നമസ്തേ. തെരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മഹാഭാരതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ്. എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്നതിന് കൃത്യതയുണ്ടായി. ഇന്ന് അവസാന ദിവസമായിരുന്നു പത്രിക പിൻവലിക്കേണ്ട. 10 പേർ കൂടി പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലം കോട്ടയമാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ മഹാഭാരതത്തിൽ വിവിധ സെഗ്മെൻറ്റുകളുണ്ട്, വിവിധ വാർത്താ അവലോകനങ്ങൾ, റിപ്പോർട്ടുകളുണ്ട്. അതിലേക്കൊക്കെ കടക്കാം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രചാരണം വളരെയധികം കൊഴുക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഇക്കുറി വിജയം സുനിശ്ചിതമാണെന്നാണ് LDF സ്ഥാനാർത്ഥി എളമരം കരീമിൻ്റെ അവകാശവാദം. മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി MK രാഘവൻ്റെ ആത്മവിശ്വാസം. ഇനി മോദി ഗ്യാരണ്ടിക്ക് ജനങ്ങൾ നൽകുന്ന സ്വീകാര്യതയിൽ ഏറെ പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി MT രമേശ്. മീനച്ചൂടിനെയും വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. NDA സ്ഥാനാർത്ഥി MT രമേശും UDF സ്ഥാനാർത്ഥി MK രാഘവനും LDF സ്ഥാനാർത്ഥി ഇളമരം കരീമും പ്രചാരണത്തിൽ ബലാബലത്തിലാണ്. വോട്ടുറപ്പിക്കാനുള്ള പ്രചാരണ തിരക്കിലാണ് മൂവരും. തിരഞ്ഞെടുപ്പ് ഇങ്ങനെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് LDF സ്ഥാനാർത്ഥി ഇളമരം കരീമാണ്. അദ്ദേഹത്തോട് നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. തിരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടിനെയൊക്കെ മറികടന്ന് വലിയൊരു പ്രചാരണം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തൊക്കെയാണ് പ്രതീക്ഷ? ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയ വിശ്വാസമുണ്ട്. സംസ്ഥാനത്ത് LDFന്റെ ഭരണമാണ്. ആ ഭരണത്തിന് പിന്തുണ ലഭിക്കുന്ന ഒരു കേന്ദ്ര ഭരണം വേണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതോടൊപ്പം കേരളത്തിന് വേണ്ടി വാദിക്കുന്ന MP മാർ കേരളത്തിൽ നിന്ന് പോകണം എന്നതും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. രാജ്യസഭാ MP ആണ്, മന്ത്രിയായി MLA ആയി ഒക്കെ തന്നെയും പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ താങ്കളുടെ വികസനം എത്രത്തോളം കോഴിക്കോട്ടുകാർ ഏറ്റെടുത്തിരുന്നു? ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അവർക്ക് മുന്നിൽ വെക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വികസനങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് താങ്കൾ ജനങ്ങളോട് പറയുന്നത്? മന്ത്രിയായിരുന്ന സമയത്ത് കുറേ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരുന്നു. UDF ഗവൺമെൻറ് കാലത്ത് അടച്ചുപൂട്ടിയ കോട്ടൺ മിൽ, കേരള സോപ്പ് എല്ലാം തുറന്ന് പ്രവർത്തിച്ചു. ഇപ്പോഴും അത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി വീണ്ടും അവസരം ലഭിച്ചാൽ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമുക്ക് പലതും നേടാനുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് എയിംസ് ആണ്. കോഴിക്കോട് വിമാനത്താവളം അത് പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നില്ല. ഇന്ത്യയിലെ പ്രധാന ഡെസ്റ്റിനേഷനിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുന്നവരോട് കൂടുതൽ ചാർജ് വാങ്ങുന്നു. ഇങ്ങനെ നിരവധി പരാതികളാണുള്ളത്. അതിന് പരിഹാരം ഉണ്ടായേ തീരൂ. തൊഴിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന പദ്ധതികൾ. ഒന്ന്, ബേപ്പൂർ തുറമുഖ വികസനം സ്വാഭാവികമായും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. IT മേഖല വന്നാൽ അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അത്തരം കാര്യങ്ങളെല്ലാം തൊഴിലാളികൾക്കും തൊഴിൽരഹിതരായ പുതിയ തലമുറകൾക്കും വലിയ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇളമരം കരീമിന്റെ വിജയ പ്രതീക്ഷകൾക്ക് കോഴിക്കോട് മണ്ഡലത്തിൽ കനത്ത വെല്ലുവിളി ഉയർത്തി സിറ്റിംഗ് MP ആയ MK രാഘവൻ പ്രചാരണ രംഗത്ത് സജീവമാണ്. കേരളത്തിലെ മുഴുവൻ സീറ്റുകളിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഏപ്രിൽ 3 മുതൽ 3 ഘട്ടങ്ങളായിട്ടാണ് പര്യടന പരിപാടി. അതുകൂടാതെ സ്ക്വാഡ് കമ്മിറ്റി വർക്ക് ആരംഭിച്ചു. വീടുകൾ കയറാൻ തുടങ്ങി. ഇനി പൊതുയോഗങ്ങളാണ് വേറെ. ദേശീയ നേതാക്കൾ വരാൻ പോവുകയാണ്. ഇതാണ് പോളിംഗ് വരെയുള്ള ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കോഴിക്കോട്ടുകാരുടെ മനസ്സ് കുറച്ചുകൂടി താങ്കൾക്കറിയാം. അപ്പം കോഴിക്കോട്ടുകാരുടെ മുന്നിൽ വെക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ് ഈ വർഷം നേരത്തെ കഴിഞ്ഞ 3 ഘട്ടങ്ങളായി നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികളായിരുന്നു ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത് ഒന്ന് എയിംസാണ്. കോഴിക്കോട്ട് എയിംസ് ലഭിക്കണം. എയിംസ് കിട്ടിയേ പറ്റൂ. അത് ബേപ്പൂർ പോർട്ടിന് അപ്ഗ്രഡേഷൻ അനിവാര്യമാണ്. ലക്ഷദ്വീപുമായിട്ട് നമ്മുടെ ബന്ധം എല്ലാവർക്കും അറിയാം. മൂന്നാമത് കൂടുതൽ തീവണ്ടികൾ നമുക്ക് അനിവാര്യമാണ് ബാംഗ്ലൂരിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്ക്. അതുകൂടാതെ കൂടുതൽ IT കമ്പനികൾ, യുവാക്കൾക്കും യുവതികൾക്കും കൂടുതൽ ജോലി സാധ്യതയുള്ള IT കമ്പനികൾ കോഴിക്കോട് കൊണ്ടുവരണം. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത് ഞങ്ങൾ ഉന്നയിക്കുന്ന
ആവശ്യങ്ങൾ. പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജനവികാരം ആളിക്കത്തുകയാണ്. അത് ഇത്തവണ കേരളത്തിൽ 20 സീറ്റുകളും കാണാൻ സാധിക്കും, പ്രതിഫലിക്കും. 20 സീറ്റുകളും UDF ജയിക്കും, ഒരു സംശയം വേണ്ട. രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയ NDA സ്ഥാനാർത്ഥി MD രമേശ് കോഴിക്കോട് ഇത്തവണ താമര വിരിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. രണ്ട് റൗണ്ട് പാർലമെൻറ്റ് മണ്ഡലത്തിലുടനീളം പൂർത്തിയാക്കി പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടു. എല്ലാ പ്രധാനപ്പെട്ട കവലകളിലും ഇറങ്ങി സാധാരണ ജനങ്ങളെ കാണുന്നുണ്ട്. അപ്പം അവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മോഡിയോടുള്ള അവരുടെ താല്പര്യം അവർ പ്രകടമായിട്ട് പറയുന്നുണ്ട്, അത് പരസ്യമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ CAA വലിയൊരു പ്രചരണ ആയുധമായി ഇടതു വലത് കക്ഷികൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യം അവർക്ക് വോട്ടായി മാറുമോ? മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് അവരൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഇഷ്യൂ ആയിട്ട് അത് തിരഞ്ഞെടുക്കുന്നത്. കാരണം കേരളത്തിനോ കോഴിക്കോടിനോ ഒട്ടും റിലവൻ്റ് അല്ലാത്തൊരു വിഷയമാണ്. പൗരത്വ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം നമ്മുടെ കേരളത്തിൽ എവിടെയുമില്ല. ജനങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസും CPIയും മത്സരിച്ച് ഈ പൗരത്വ നിയമത്തെക്കുറിച്ച് പറയുന്നത്. അവർ വിശ്വസിക്കുന്നത് അത് പറഞ്ഞാൽ കുറേ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടുമെന്നാണ്. അത് അവർക്ക് തിരിച്ചടിയാവണം. പല സ്ഥലങ്ങളിലും റോഡ് ഷോകൾ അവതരിപ്പിച്ചു. അവിടെ തീരദേശ മേഖലയിൽ നിന്നും NDAക്ക് കിട്ടുന്ന ഒരു ജനപിന്തുണ എത്രത്തോളം ഉണ്ട്? കോസ്റ്റൽ മേഖലയിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാർട്ടി BJP ആണ്. നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ് മത്സ്യപ്രവർത്തകർക്ക് വേണ്ടി എന്തെങ്കിലും ആനുകൂല്യം പ്രഖ്യാപിച്ചത്. മത്സ്യപ്രവർത്തകർക്ക് വേണ്ടി 3-4 പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ഉപജീവനം, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ തൊഴിൽ സംരക്ഷണം, ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. മത്സ്യസമ്പദന യോജനയ്ക്ക് കീഴിൽ മത്സ്യപ്രവർത്തകന്മാർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ മത്സ്യപ്രവർത്തകർക്ക് നേരിട്ട് അറിയാം. അതുകൊണ്ട് തീരദേശ മേഖല പൊതുവേ നരേന്ദ്രമോദി ഗവൺമെന്റിനും അനുകൂലമാണ്, BJPക്കും അനുകൂലമാണ്. കോഴിക്കോടിന്റെ മണ്ണിൽ ഇക്കുറി മാറ്റുരയ്ക്കുന്നവരിൽ 3 പേരും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ വിജയം ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ്. ഏപ്രിൽ 26 ജനവിധിക്കായി എല്ലാ അർത്ഥത്തിലും ഇവർ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കൊല്ലത്തേക്ക് എത്താം. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണമൂർത്തിയുടെ ഒരു വിശേഷമാണ് പറയാനുള്ളത്. ഈ ഒരിക്കൽ കണ്ട് മറന്നവരെ പിന്നീട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അത് വലിയ സന്തോഷങ്ങൾക്ക് കാരണമാകും. അങ്ങനെയുള്ള ഒരു കണ്ടുമുട്ടലിൻ്റെ കഥയാണ് ജനം TVക്കൊപ്പം ഇത്തവണ കൃഷ്ണകുമാർജിക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ പലരെയും അവിചാരിതമായി കണ്ടുമുട്ടാറുണ്ട്. അവർ പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നവരുണ്ടാകാം, അല്ലാതെയാകുന്നവരുണ്ടാകാം. എന്നാലും ചിലരെയൊക്കെ വീണ്ടും ജീവിതത്തിൽ അവരെ കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ വലിയ സന്തോഷം തരും. അങ്ങനെ മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ കണ്ടുമുട്ടിയ ഒരു കഥ നമ്മോടൊപ്പം പറയാൻ വേണ്ടി ജോയിൻ ചെയ്യുകയാണ് നമ്മുടെ കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർജി. കൃഷ്ണകുമാർജി, അങ്ങ് ഇത്തരത്തിൽ ഒരു പണ്ട് ജോലിയുടെ ഭാഗമായി ഒരാളെ കണ്ടുമുട്ടുകയും അവരെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണ് ആ നടി, എന്താണ് ആ കഥ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ ഈ സ്ക്രീൻ ലൈഫ് തുടങ്ങുന്നത് ദൂരദർശനിലെ ഒരു അനൗൺസർ കം ന്യൂസ് റീഡറായിട്ടാണ്. 89 അങ്ങനെ അതൊരു കാഷ്വൽ പോസ്റ്റാണ്. അപ്പോൾ അതിൽ കയറി നമ്മളിങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നൊരു കാലം. അന്ന് കോളേജിൽ പഠിക്കുന്നു, ചെറുപ്പം. അപ്പോൾ ഏർലി 90s എപ്പോഴോ ഈ ദൂരദർശൻ ന്യൂസ് വായിക്കുന്ന അല്ലാതെ നമ്മൾ പുറത്ത് പ്രൈവറ്റ് ഏജൻസി, അതായത് ദൂരദർശന് വേണ്ടി തന്നെ ചില പ്രോഗ്രാം ഇൻ്റർവ്യൂവിനൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ ചോദിക്കുന്ന പോലെ തന്നെ അന്ന് ഒരു ചാനലേ ഉള്ളൂ. അപ്പം അന്ന് ഏതോ ഒരു ഇതിനു വേണ്ടി ഞാനിങ്ങനെ പോകുമ്പോൾ തൃശ്ശൂരിൽ അന്ന് യൂത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാമനിലയത്തിൻ്റെ നേരെ മുമ്പിലാന്ന് തോന്നുന്നു ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കുട്ടികൾ അതിനകത്ത് പങ്കെടുക്കുന്നവരുണ്ട്, അതിൽ തന്നെ കലാതിലകമായവരുണ്ട്. അപ്പോൾ ആരെയൊക്കെയോ നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഓരോന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മൾ പലരെയും പലതരത്തിൽ ശ്രദ്ധിക്കും. ചിലരുടെ പെരുമാറ്റം കൊണ്ട്, വസ്ത്രധാരണം കൊണ്ട്, ചിലരുടെ സൗന്ദര്യം കൊണ്ട്. അങ്ങനെ ഭംഗിയുള്ള ഒരു കൗതുകമുള്ള നല്ലൊരു കുട്ടിയെ കണ്ടു. ഞാനൊന്ന് ചെറുപ്പം, എൻ്റെ മനസ്സിലൊരു ഇഷ്ടം തോന്നി. അങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആ കുട്ടിയാണെങ്കിൽ വളരെ രസമായിട്ട് സംസാരിക്കുന്നു. കാരണം ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കലാതിലകമാകുമ്പോഴത്തെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതിങ്ങനെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഇതുമായിട്ട് പോയി. പിന്നെ ജീവിതം ഇങ്ങനെ തുടരുമ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ഈ കുട്ടി ഇങ്ങനെ നിൽപ്പുണ്ട്. ആ കുട്ടി ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഏതൊക്കെയോ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ ഞാൻ കാണുന്നുണ്ട് സ്ക്രീനിൽ പോലും. എൻ്റെ മനസ്സിൽ ഇത് ആ കുട്ടിയാണോ? അത് കഴിഞ്ഞ്
വളരെ പോപ്പുലറായി, പ്രത്യേകിച്ച് ഒരു സിനിമയിൽ വളരെ പോപ്പുലറായി. അങ്ങനെ ഇരിക്കെ മേജർ രവി അദ്ദേഹം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് 2014 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞത്. 2014 അല്ല, 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയുന്നത്. ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സിനിമയുടെ പ്രൊമോഷൻ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനും രവിയേട്ടനും ഞാനും ഈ സഹോദരിയും അവിടെ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളൊന്ന് നോക്കിയപ്പോൾ അയ്യോ ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ? അപ്പം ഞാനിങ്ങനെ പറയും, എന്നെ നോക്കി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആശ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്താണ് ചേട്ടൻ ചോദിക്കാൻ? ഞാൻ പണ്ട് തൃശ്ശൂർ യൂത്ത് ഫെസ്റ്റിവലിൽ ചേട്ടാ ഞാനത് ചേട്ടനോട് ചോദിക്കണം, എന്നെ ഓർമ്മയുണ്ടോ ചേട്ടൻ പണ്ട് ദൂരദർശനിലിരുന്നപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തു? ഞാൻ ആശ അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിച്ചു വരുന്നൊരു മുഖമാണ് ആശയുടെ. അതാണ് അപ്പം അവൻ പറഞ്ഞു ആശാ ശരത് ഇത്രയും മാറിയിട്ടും ആ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേ ഭംഗി അതേ ഇത്. ചേട്ടാ എന്നെ ഓർക്കുന്നുണ്ട്. ഞാൻ അവനെ മറക്കാൻ പറ്റില്ല, കാരണം അത്ര നല്ല മുഖമാണ്, നല്ല രസമാണ് നിങ്ങളെ കാണാൻ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തു ആശയും അത് തന്നെ ഓർത്തുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിലപ്പോൾ ഓർക്കും നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ കഴിയുമ്പോഴും ചില സ്മരണകളുണ്ട്, മധുരിക്കും ഓർമ്മകൾ എന്ന് പറയുന്നത്. എനിക്കത് വലിയ സന്തോഷം നേടാം. ഇത്രയും വർഷം ഞാൻ ആലോചിച്ച ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെ ആയിരുന്നല്ലോ. വളരെ സന്തോഷം തോന്നിയൊരു സംഭവമായിരുന്നു. ആശ ഇപ്പം ഇത് കാണുമ്പോൾ ഓർക്കും, അയ്യോ ചേട്ടനത് പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ അന്ന് കോളേജിൽ കണ്ടൊരു സുന്ദരിയായ പെൺകുട്ടി ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ നടിമാരൊരാൾ, അവരെ പിന്നീട് ജീവിതത്തിൽ വീണ്ടും കണ്ടുപിട്ടുണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ? അതെ, അന്ന് ഞാൻ കോളേജിൽ ആശ സ്കൂളിലായിരിക്കണം കേട്ടോ, കൊച്ചുകുട്ടി, വർഷങ്ങൾ എനിക്കൊന്ന് 30 വർഷത്തിന് ശേഷമായിരിക്കണം കണ്ടത്. പക്ഷെ ഇതൊക്കെ വളരെ സന്തോഷം തരുന്നത്, കാരണം അവരും നമ്മളെക്കുറിച്ച് ഓർത്തല്ലോ. ആശ സ്വാഭാവികമായിട്ടും കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ ചിലപ്പോൾ സ്ക്രീനിൽ തുടങ്ങിയതല്ലേ, അത് ചിലപ്പോൾ സിനിമയിൽ കണ്ടുകൊണ്ട് ഓർക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഞാൻ അതിന് ശേഷം ആശ വലുതിന് ശേഷം കാണുന്നത്, മേ ബി ഇടയിലൊക്കെ കണ്ടിരിക്കാം, പക്ഷെ അതൊരു സുന്ദര ഓർമ്മയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഉദ്ദേശിച്ച ആളെ നമ്മൾ കാണുക നേരിട്ട്. ഇനിയും അങ്ങനത്തെ സുന്ദരമായ ഓർമ്മകൾ ഉണ്ടാകട്ടെ. അത്തരം ഓർമ്മകൾ ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവെക്കാൻ കഴിയട്ടെ. എന്തായാലും കൃഷ്ണകുമാർജി അന്ന് ഒരു കോളേജിന് മുൻപിൽ അല്ലെങ്കിൽ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമായി ഇൻ്റർവ്യൂ ചെയ്തൊരു കൊച്ചു പെൺകുട്ടി, ഒരു നമ്മുടെ ചാനലുകാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബൈറ്റ് വെച്ചൊരു കൊച്ചു പെൺകുട്ടി. ആ കൊച്ചു പെൺകുട്ടി പിന്നീട് വളർന്ന് അത് മലയാളത്തിൻ്റെ പ്രമുഖരായ നടിമാരിൽ ഒരാളായ ആശാ ശരത്തായി മാറി. ആ ആശാ ശരത്തുമായി ഒന്നിച്ച് കൃഷ്ണകുമാർജി പിന്നീട് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ജോലി ചെയ്യാനുള്ളൊക്കെ സാധ്യതകളും അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെയാണ് കണ്ടുമുട്ടിയവരെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വലിയ സന്തോഷങ്ങളാകും. എന്തായാലും അദ്ദേഹം ഈ വൈകിയ വേളയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട വാർത്തകളും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും കൊല്ലത്ത് നിന്നും ഹരിക്കൊപ്പം പ്രജിത് മോഹനൻ, ജനം. ഇനി നമുക്ക് അയൽ സംസ്ഥാനത്തേക്ക് എത്താം. കച്ചത്തീവിൽ പ്രതിസന്ധിയിലാണ് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി ഉള്ളത്. കോൺഗ്രസ് തമിഴ്നാടിനെ വഞ്ചിക്കുകയായിരുന്നു എന്ന പ്രചാരണവുമായി സഖ്യകക്ഷിയായ MDMK രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. വിഷയത്തിൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന് BJPയും ആവശ്യപ്പെടുന്നു. മാർച്ച് 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലിട്ട കുറിപ്പിലൂടെയാണ് കച്ചത്തീവ് സജീവ ചർച്ചയായത്. കച്ചത്തീവിനെ കോൺഗ്രസ് നിസ്സാരമായി ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയെന്നും ആ പാർട്ടിയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. കച്ചത്തീവ് അപ്രസക്തമായ പ്രദേശമെന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1961 അഭിപ്രായപ്പെട്ടത്. ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് മറികടന്ന് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ അണ്ണാമലെ അടുത്തിടെ പുറത്തുവിട്ടു. 1974 കച്ചത്തീവിന് മേൽ ശ്രീലങ്കയുടെ അവകാശം അംഗീകരിക്കാൻ പോകുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന M കരുണാനിധിയെ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചെന്ന റിപ്പോർട്ടും BJP ആയുധമാക്കിയതോടെയാണ് DMKയും കോൺഗ്രസും പ്രതിരോധത്തിലായിരിക്കുന്നത്. പാക് കടലിടുക്കിൽ രാമേശ്വരത്ത് നിന്നും 14 നോട്ടിക്കൽ മൈൽ അകലെ 285 ഏക്കറിലുള്ള ആൾതാമസമില്ലാത്ത ദ്വീപാണ് കച്ചത്തീവ്. രാമനാഥപുരം രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ദ്വീപ് സ്വാതന്ത്ര്യത്തിന് ശേഷം മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി. 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഭാരതത്തിനും ശ്രീലങ്കയ്ക്കും ഇടയിൽ അതിർത്തി നിർണയിക്കുന്ന കരാറിൽ ഒപ്പിടുക വഴി കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകി. സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന കാരണം പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ പതിവാണ്. ഇത് തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നു. തമിഴ്നാട്ടിലെ 15 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് ഏറെ നിർണായകം. ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് തമിഴ്നാടിനെ വഞ്ചിക്കുകയായിരുന്നുവെന്ന വൈക്കോയുടെ പരാമർശമാണ് ഇന്ത്യ മുന്നണിയെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. തീവ്ര തമിഴ് വികാരം ആളിക്കത്തിക്കുന്ന വൈക്കോയുടെ MDMK ഇക്കുറി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. ജനം, ഡൽഹി. ഭാരതത്തിലെ തെക്കേ അറ്റത്ത് നിന്ന് നമ്മൾ ഇനി എത്തുന്നത് വടക്കേ അറ്റത്താണ്. ജമ്മുകാശ്മീരിലും ഇന്ത്യ സഖ്യം പൊളിഞ്ഞിരിക്കുകയാണ്.
3 സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ PDP പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ കോൺഫറൻസ് ആകട്ടെ നേരത്തെ സ്ഥാനാർത്ഥികളെ ഇവിടെ പ്രഖ്യാപിച്ചിരുന്നതാണ്. PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി അനന്തനാഗിൽ മത്സരിക്കും. നാഷണൽ കോൺഫറൻസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കശ്മീർ റീജിയനിലെ ശ്രീനഗർ, ബാരാമുള്ള, അനന്ത്നാഗ് എന്നീ മണ്ഡലങ്ങളിലാണ് PDPയും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ഇതോടെ കശ്മീരിലും ഇന്ത്യ സഖ്യമില്ലെന്ന് ഉറപ്പായി. PDPയുമായി ആലോചിക്കാതെ നാഷണൽ കോൺഫറൻസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതാണ് മെഹബൂബ മുഫ്തിയെ ചൊടിപ്പിച്ചത്. മെഹബൂബ അനന്ത്നാഗിൽ മത്സരിക്കും. കോൺഗ്രസ് വിട്ട് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി രൂപീകരിച്ച ഗുലാം നബി ആസാദും ഇതേ മണ്ഡലത്തിൽ ജനവിധി തേടുന്നു. ജമ്മു മേഖലയിലെ 2 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. ഇവിടെ PDPയും നാഷണൽ കോൺഫറൻസും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിലെ 6-ൽ 3 സീറ്റിൽ BJP വിജയിച്ചു. കശ്മീർ മേഖലയിലുള്ള 3 സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും. ലഡാക്ക് മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇത്തവണ 5 സീറ്റുകളാണ് ജമ്മു കശ്മീരിലുള്ളത്. ജനം, ഡൽഹി. ഇന്നത്തെ മഹാഭാരതം ആരംഭിച്ചത് തന്നെ കോഴിക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളിലൂടെയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. സമാനമായ രീതി തന്നെയാണ് വടകര പരിശോധിച്ചാലും നമുക്ക് കാണാനാവുക. എന്തായാലും ഈ മണ്ഡലങ്ങൾ നിലനിർത്താൻ UDF കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, പിടിച്ചെടുക്കാൻ LDFും. ഇവർ രണ്ടുപേരുടെ ശ്രമത്തിനിടയിൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് BJPയുടെ പോരാട്ടം. എന്തായാലും നമ്മളോടൊപ്പം ആനന്ദ് പുതൂർ കൂടി തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആനന്ദ്, ഈ വടകരയും കോഴിക്കോടും ശക്തമായ ത്രികോണ മത്സരമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ വടകരയിൽ LDFന് ഒരു ചെറിയ അടിയേറ്റിട്ടിരിക്കുകയാണെന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. തീർച്ചയായും അനു, അതായത് ഈ കോഴിക്കോട് ജില്ലയിലെ 2 പാർലമെന്റുകൾ എടുക്കുകയാണെങ്കിൽ, അതായത് വടകര പാർലമെന്റ് മണ്ഡലവും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലവും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഓരോ പ്രചാരണത്തിന്റെ ഓരോ ഘട്ടം കഴിയുന്തോറും നമുക്ക് ദൃശ്യമാകാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് വടകര എടുക്കുകയാണെങ്കിൽ, വടകര പരമ്പരാഗതമായി തന്നെ ഒരു ഇടത് മണ്ഡലമാണ്. അതായത് ഈ കോഴിക്കോട് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ 2 നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് ഈ വടകര പാർലമെന്റ് മണ്ഡലം. അതിൽ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളും എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സീറ്റുകളിലും LDF തന്നെയാണ് വിജയിച്ചു വരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 15 വർഷത്തെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ അവിടെ UDF നിരന്തരമായി ജയിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ 2019 അവസാനമായി ജയിച്ചത് UDFന്റെ K മുരളീധരനാണ്. അതായത് കണ്ണൂരിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള P ജയരാജനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു K മുരളീധരൻ അവിടെ വിജയക്കൊടി പാറിച്ചത്. ഇത്തവണ പക്ഷേ വടകര എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ UDF ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ടായിരുന്നു ഈ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അതായത് പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പലിനെയാണ് UDF അവിടെ ഈ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി സീറ്റിൽ കളത്തിലിറക്കിയിരിക്കുന്നു. പക്ഷേ ഈ LDFനെ സംബന്ധിച്ചിടത്തോളം ഏതുവിധേയും തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തവണ നിർത്തിയിരിക്കുന്നത് മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജയാണ്. അപ്പോൾ ആ തരത്തിൽ ഈ NDAയുടെ കാര്യത്തിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ NDAയുടെ സ്ഥാനാർത്ഥി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയാണ്. അപ്പോൾ ഈ ശക്തരായ ഈ ഇടത് വലത് മുന്നണിയോടൊപ്പം തന്നെ പോരടിക്കുകൊണ്ട് ഈ യുവാക്കളുടെ വോട്ട് വളരെ നേടിക്കൊണ്ട് ഈ ഇടത് വലത് ഈ ക്യാമ്പുകളിൽ മുന്നണികളിൽ വോട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വടകരയിലെ NDA സ്ഥാനാർത്ഥി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്തിടെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി നേരിടുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ കണ്ണൂർ പാനൂരിലെ ഉണ്ടായ ബോംബ് സ്ഫോടനം എന്തായാലും ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. അതായത് പാർട്ടി സെക്രട്ടറി അടക്കമുള്ള പാർട്ടിയുടെ ഉന്നതതല നേതാക്കന്മാരെല്ലാം പാർട്ടിക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും ഈ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ആളുടെ വീട്ടിലേക്ക് അടക്കമുള്ള ഈ കണ്ണൂരിലെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെയും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെയും എല്ലാമുള്ള ഈ ഒരു സന്ദർശനം തീർച്ചയായും പാർട്ടിയെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു തരത്തിലേക്ക് മാറിയത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളടക്കം ഈ ഒരു വിഷയത്തിൽ കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ ഒരു ശരിയായ തലത്തിലേക്കുള്ള ഒരു അന്വേഷണം പോകില്ല. അതുകൊണ്ട് ഈ കേന്ദ്ര ഏജൻസികളെ അന്വേഷിപ്പിക്കണമെന്നുള്ള ആവശ്യമായി പല മുന്നണികളും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം ആവശ്യപ്പെട്ടത് CBI ഈ വിഷയത്തിൽ അന്വേഷിക്കണമെന്നാണ്. കോൺഗ്രസിനെ അടക്കമുള്ള ഉന്നത നേതാക്കളും ആവശ്യപ്പെടുന്ന ഒരു NIA അന്വേഷണമാണ്. അപ്പോൾ ആ തരത്തിൽ കേരള പോലീസിന് അപ്പുറത്തേക്ക് ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസികൾ തീർച്ചയായും വരേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിലുള്ള സത്യസന്ധത പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് മുന്നണികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ബോംബ് സ്ഫോടനത്തിന്റെ ഈ ഒരു വിഷയം, ഈ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ള ഭയം കാര്യമായി തന്നെ പൊള്ളുമല്ലേ CPM-ന്? അത് അവർ തന്നെ ഭയക്കുന്നുമുണ്ട്. പരമാവധി ശ്രമങ്ങൾ ഇടതുപക്ഷം നടത്തുന്നുണ്ടെങ്കിൽ പക്ഷേ
തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു വിഷയം പ്രതിപക്ഷ കക്ഷികൾ സംഘടനകൾ, അത് BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ മറ്റ് സംഘടനകൾ അടക്കം ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്ന തലത്തിലേക്ക് ഇപ്പോൾ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഇലക്ഷൻ ചിത്രം മാറുന്ന തലത്തിലേക്കാണ്. CPM തീർച്ചയായും ഇതിൽ പ്രതിയുടെ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതായത് ഈ പൊതുവെ ഈ KK ശൈലജയെ വെച്ചുകൊണ്ട് തന്നെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നുള്ള ഒരു തീരുമാനമായിട്ടായിരുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPM-നുണ്ടായിരുന്നു, LDF-നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം തീർച്ചയായും അത്തരം പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ കാര്യമായി ശക്തയായ സ്ഥാനാർത്ഥിയെ KK ശൈലജയെ അവതരിപ്പിച്ചിട്ട് പോലും വടകര കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു ഭയം LDF-ൽ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്, കടുത്ത അതൃപ്തിയുണ്ട്. KK ശൈലജ അത് നേരിട്ട് നേതൃത്വത്തെ അറിയിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്തായാലും മഹാഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ.